അടിച്ചോ അതെ നമ്മുടെ കിവിയിലെ ഉള്ളിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ മതിയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലോട്ട് വാദം. നമുക്ക് രണ്ട് പുതിയ ഫ്രോഗറിനും പരിചയപ്പെട്ടാലോ. വേണ്ട, റിയൽ വാരിയറിൻ്റെ കിവി എന്ന് പറഞ്ഞൊരു ഫ്രോഗും അതേപോലെ തന്നെ ടൈറ്റാൻ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് നമ്മൾ പരിചയപ്പെട്ടോ. ഇതാദ്യം ടൈറ്റാനൊക്കെ വേണ്ട, ടൈറ്റാൻ എന്ന് പറഞ്ഞ ഫ്രോഗാണ്. നല്ല അടിപൊളി ഹുക്ക് അപ്രൈസ് കേട്ടോ, പറഞ്ഞാൽ സൂപ്പർ ഹുക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ മീനൊക്കെ പിടിച്ചായിരുന്നു, മീൻ പിടിച്ചിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. നല്ല കലക്കൻ റിസൾട്ടുള്ള ഫ്രോഗാണ്. അതുപോലെ വലിയൊരു സ്പിന്നറാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഒരു തത്തച്ചുണ്ട് പോലത്തെ ഒരു ആകൃതിയിലാണ് ഇത് കാണുന്നത് കേട്ടോ. ഇതിന് ഏകദേശം വെയിറ്റ് വന്നെ 15 ഗ്രാം വെയിറ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ 7 സെൻറ്റിമീറ്റർ എൻ്റെ ലെങ്ത്ത് വന്നേക്കണത്. 15 ഗ്രാം വെയിറ്റ് ഉള്ള കാരണം നല്ല ലോങ് കാസ്റ്റ് കേട്ടോ. അതേപോലെ അടിപൊളി ഹുക്ക് പ്രഷർ ഉണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു ഹുക്ക് തൊടുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഇത്ര ഹുക്ക് പ്രഷർ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ള കാര്യം, ഇത് ഹുക്ക് ഇരിക്കണണ്ട, ഹുക്ക് നേരെ ടോപ്പ് മേലോട്ട് ഇരിക്കണത്. അപ്പോൾ മീനടിച്ച് കഴിഞ്ഞാൽ വലിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വായിലോട്ട് കറക്റ്റ് എവിടെയെങ്കിലും കയറി പോകും. നല്ല അതുപോലെ നല്ല ഷാർപ്പ് ബാർബാണ് വന്നേക്കണത്. പിന്നെ അതുപോലെ കിവിയുടെ ഫ്രോഗ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കിവിയുടെ ഫ്രോഗ്. നല്ല കുഞ്ഞനൊരു ഫ്രോഗ് കേട്ടോ. അതുപോലെ ഒരു സ്പിന്നറൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പിന്നറാണ് വന്നേക്കണത്. അതുപോലെ ഹുക്കും വന്നേക്കണം. എന്താ ഹുക്ക് പ്രഷർ, ഇത്ര ഹുക്ക് പ്രഷർ അതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വന്നേക്കണത് 10 ഗ്രാമാണ്. 5.5 സെൻറ്റിമീറ്റർ എൻ്റെ ലെങ്ത്ത് വന്നേക്കണം കേട്ടോ. ഇതും കൊള്ളാം, കിടക്കാൻ സാധനം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ആക്ഷൻ ഈ സാധനത്തിന് വന്നത്. അത് ഞാൻ ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം അത് എൻ്റെ ആക്ഷൻ എങ്ങനെ വന്നതെന്നുള്ളത്. അതേപോലെ ഈ ഫ്രോഗും അതെ. അല്ല ശരിക്കും വെള്ളം നമ്മളിങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ചിടണം. അപ്പം അത് അടിപൊളി റിസൾട്ടാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ വെള്ളം തെറിച്ചു മീനൊക്കെ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. പെട്ടെന്ന് മീൻ വന്ന് സ്ട്രൈക്ക് ചെയ്യാനും ചാൻസ് കുറവ്. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ പൊതുവേ ഇവിടെ സ്ട്രൈക്ക് കാര്യങ്ങളും അങ്ങനെ കുറവാണ്. ഇപ്പോൾ ഉപ്പുകളൊക്കെ ഇറങ്ങണാറും ഇപ്പോൾ സ്ട്രൈക്ക് കാര്യങ്ങൾ കുറവാണ്. എന്നാലും ഇത് മീനൊക്കെ കയറി തുടങ്ങുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് 100% മീൻ കയറും. പിന്നെ അതുപോലെ ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റിയൊക്കെ വന്നാലും ഉണ്ടോ, നല്ല കിടുക്കൻ റബ്ബർ ക്വാളിറ്റിയാണ്. കയറിപ്പോകുന്നുണ്ടോ, വെള്ളം കയറുന്ന തെന്നി ഫോണാണേ ഉണ്ടോ. നല്ല അടിപൊളി റബ്ബറാണ്. അതേപോലെ കിവിയുടെ റബ്ബറായാലും, കിവിയുടെ റബ്ബർ ഇച്ചിരി ഹാർഡാണ്, പക്ഷെ എന്നാലും സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നത്. അപ്പോൾ ഒരുപാട് ഹാർഡല്ല, എന്നാലും ഒരു ചെറിയ ഹാർഡുണ്ട്. പക്ഷേ പ്രഷറൊക്കെ അടിപൊളിയാണ്. മീൻ അടിച്ചു കഴിഞ്ഞാൽ പോകുന്നില്ല. ഞാനും നമ്മുടെ കൂട്ടുകാരോട് ഇന്ന് കാസ്റ്റ് വന്നത്. അപ്പോൾ വെള്ളത്തിരിക്കാൻ പുള്ളിക്ക് ഇച്ചിരി ഒരു ഇതുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ഒപ്പം വന്നത് കിവി എന്ന് പറഞ്ഞ ഫ്രോഗാണ് യൂസ് ചെയ്യണത്. ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇന്നത് കാസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞാൽ ഞാൻ നമ്മുടെ പിന്നെ ടൈറ്റാനെന്ന ഫ്രോഗും അതേപോലെ തന്നെ ഇത് കിവി എന്ന് പറഞ്ഞ ഫ്രോഗാണ് യൂസ് ചെയ്യണത്. നമുക്ക് എന്തായാലും വേറെ വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ. അറ്റത്തൊരു മീൻ വന്നായിരുന്നു. ഒരു മെനകെട്ട രീതിയിലേക്ക് കാറ്റ് പിടിച്ച് പോണത്. ഇച്ചിരി അങ്ങോട്ട് പറയാമോ? ഇപ്പറേ അല്ല കുഴപ്പമില്ല. അപ്പുറം തന്നെ കൊടുത്തോ, ഞാൻ അങ്ങോട്ട് പോകണം. ഒരു ലോങ്ങൊന്നും അറിയാൻ പറ്റില്ല തോന്നുന്നു.
പൂങ്ങുണ്ട് ഇല്ല ഓങ്ങൊന്നും അറിയാൻ പറ്റുന്നതാണ്. പൂങ്ങുണ്ട് കാറ്റ് പിടുത്തം വളരെ കൂടുതൽ. തീരെ കുറച്ചിട്ടേക്കാണ്. അടിച്ചിടും ഇതേ നമ്മുടെ ടൈറ്റാനിൽ ആയിത്തിറങ്ങി. നമ്മുടെ ടൈറ്റാനിലെ ആദ്യത്തെ ചേർന്നടിച്ചാണ് കേട്ടോ. പൊളിച്ചടുക്കും തോന്നുന്നു. ഫ്രോഗ് കയറിക്കണ നോക്കി. അത് അത്യാവശ്യം ഒരു 1.5 കിലോ അടുത്തായി തന്നെ മീനാട്ടോ അടിച്ചാണ്. അടിപൊളി ചേർന്ന്. അതാണ് മാറ ഞാൻ കണ്ടെന്നേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞെ. അടി ഒരൊറ്റ കളിയായിരുന്നു. ആ കുറഞ്ഞ പതുക്കം കിടന്ന് അനങ്ങണ്ടായിരുന്നു. ആദ്യം ഒന്ന് എറിഞ്ഞപ്പോ അവിടെ നിന്ന് പുറകോട്ട് വന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നാണം കയറടിച്ച്. ഇത്ര നാൾ വന്നിട്ട് ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് ആദ്യമായിട്ട് മീൻ അടിക്കണത്. മണലടിച്ചിട്ടുണ്ട്, മണൽ ഇഷ്ടമോ മണലടിച്ചിട്ടുണ്ട്. പക്ഷേ ചേർന്നടിക്കണം ആദ്യമായിട്ടാ. കൊല്ലിയിലോട്ടേക്കട്ടോ. ഹുക്ക് കയറിക്കണൊക്കെ എവിടെയാണ്? ഹുക്ക് ഒരെണ്ണം വായിൽ ഒരെണ്ണം കണ്ണി കൂടെ അങ്ങനെ കയറിയാണ്. ചാടിപ്പോവല്ലേ, ചാടിപ്പോയി തീർന്ന്. ചെറിയ പിള്ളായതുകൊണ്ട് പെട്ടെന്ന് വേണം. റിമൂവറൊന്നും കയ്യിലില്ല. കൊളുത്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ തൈര് പിടിക്കാം. അടിപൊളി ഹുക്കാട്ടോ. ഇച്ചിരിയെങ്കിലും കയറിയെങ്കിലും സൂപ്പർ ഹുക്കാ. അവനെ പിടിച്ചിരുന്നു. കവറിലേറ്റാണ് ടാസ്ക് മാത്രമേ ഉള്ളൂ. അവൻ കവറിൽ തന്നെ ചാടിയത്, ഒരു കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. കൊടുത്തു. ആദ്യത്തെ ഒരാളാണോ ചേർന്നെന്നറിയില്ല. ഒരാളാണോ വേണ്ട, ഒരാളാ എടുക്കാം. വലിക്കില്ലേ. ഒരു മീൻ അടിച്ചിട്ടുണ്ട്, ചെറിയൊരു ഗ്യാപ്പിന്ന് അടിച്ചു. പോയില്ലെന്ന് തോന്നുന്നു, സൈഡില് കയറി കിടക്കുക. ചേർന്ന് തൂക്കിയിട്ട് ഒറ്റ കഴിക്കരുത്. നമ്മളാദ്യത്തെ ഒരു ചേരൻ ഈശ് ബൈക്കിൽ അടിച്ചാണത്. പക്ഷേ 1.5 കിലോ മീൻ, ഇത് 3/4 കിലോ. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടുള്ളത്. 1 കിലോ സീത്തുണ്ട്, അത് കൈക്ക് പിടിച്ചേക്ക്.
ഇടയെന്ന് പറഞ്ഞാൽ സ്ട്രൈക്കും വരെ കാണാൻ പറ്റിയില്ല. ഓക്കെ, കനാലുകൾ ഇച്ചിരി കയറിയിട്ട് കാണേണ്ട കാര്യമുള്ളൂ. വേറെ ഞാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയായിരുന്നു. കട്ടയ്ക്ക് കയറിയായിരുന്നു. അടിച്ചോ എന്തോ വീല് ആദ്യത്തെ ഷെയർ. എൻ്റെ മൈക്കൊക്കെ തെറിക്കും. നമ്മുടെ റിയൽ വയറിൻ്റെ കിവിയിലടിച്ചാണ് മീൻ കേട്ടോ. ചെറിയ സൈസ് ചുണ്ടൊക്കെ കീർപ്പ് കേട്ടോ. കൊന്നാലും നല്ല അടിപൊളി കുക്കായിരുന്നു. അടി വലിച്ചോണ്ട് പോയത്. നമ്മുടെ അത്യാവശ്യം നല്ല സൈസുള്ള മീൻ കേട്ടോ. ഒരു 1,400 കൊന്നൊരു മീനാണ്. സൂപ്പർ ചേര. അതുകൊണ്ടൊക്കെ നേരത്തെ വാഗീർ ഇട്ടിട്ടുണ്ട്. ഞാൻ പറന്നോന്നടിച്ച അടിച്ചു പിടിച്ച് കാലത്തന്നെ ബ്ലഡ് കണ്ട് കീറിപ്പോയി. പല്ല് കൊണ്ട് പായലായതുകൊണ്ട് മര്യാദയ്ക്ക് എടുക്കാൻ പറയരുത്. നമ്മുടെ കിവിയിൽ ഒരു മീൻ കറിയാണ്. ഓ, ചെറിയ തേങ്ങ. ചെറിയ തേങ്ങ കേട്ടോ. ആ സൂപ്പർ കളറല്ലേ, അടിപൊളി കളറുണ്ട്. വളർത്താനൊക്കെ പറ്റിയിട്ട് മീൻ കേട്ടോ. നമ്മുടെ റിയൽ വയറിൻ്റെ കിവി. ഇതിനെ റിലീസ് ചെയ്തേക്കാം, നമ്മൾ എടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ കിവിയിലെ ഡ്രാഗ് ലൂസാലോടാ ചണ്ടി കുത്തുന്നു. സൈസ് വേണില്ല, അതിന് കുഴപ്പമില്ലാത്ത വേണമത് ഉടക്കിച്ച്. വിട്ടു പോയി നോണ്ടോ. അതിനുള്ളിൽ ചുരുണ്ട ചാടിയൊക്കെ വിട്ടുപോയിണ്ടാവാൻ ചാൻസ് ഉണ്ട്. വിട്ടുപോയി. ഹുക്കൊക്കെ ഓപ്പൺ ആയതാ. ഇന്നെന്തോ ഒരു മോശം ദിവസമാണ് അവിടെ.
പോട്ടെ. എന്തായാലും ഈ സാധനത്തിൽ അപ്പോൾ മനസ്സിലായല്ലോ, നല്ല കിടുക്കൻ റിസൾട്ടുള്ള ഫ്രോ, കിടുക്കൻ റിസൾട്ടുള്ള അല്ല സൂപ്പർ റിസൾട്ട്. നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു ചൂണ്ടക്കാരൻ്റെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ കാശ് ചെയ്യാൻ പോകുമ്പോൾ മീൻ അടിക്കണം. മീൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മീൻ അടിക്കണം. അതിന് വേണ്ടിയാണെങ്കിൽ ഇത് എടുത്തോ, നല്ല പൊളപ്പം സാധനം. എന്നാലും മീൻ കയറില്ലെന്ന് പറയാനില്ല. പക്ഷെ നമ്മൾ എൻ്റെ സ്റ്റിക്ക് ഒരു ഷോർട്ടായിട്ടുള്ള സ്റ്റിക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു ഹോൾഡ് ചെയ്ത് ഹുക്കപ്പ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെറിയ വര അടിക്കാൻ വേണ്ടിയാണ് ഞാനത് കൂടുതലും കൊണ്ടുപോകാറുള്ളത്. പിന്നെ ചില ഇടത്തോട്ടുകളിൽ ഇവിടെ തെങ്ങൊക്കെ ഉള്ള കാരണം, അപ്പോൾ തെങ്ങൊക്കെ ഉള്ള കാരണം ഞാൻ ചെറിയ ഇന്ന് സൈഡ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറിയ ഹാൻഡിലുള്ള റോഡ് എടുത്തത്. അപ്പം എനിക്ക് ഞാനിപ്പോൾ ചിലപ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. ഞാൻ ഈ ചെറിയൊരു ഹാൻഡിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. വലുത് മാത്രമാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളൂ, ചെറുതങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ മീൻ പോകണം കേട്ടോ. ഇത് ഹുക്കപ്പ് ഷൂ പറഞ്ഞാൽ അടിപൊളി ഹുക്കപ്പ് ഷൂ, അതുകൊണ്ട് നല്ല സൂപ്പർ ഹുക്കപ്പ് ഷൂ ആണ് അത്. മീൻ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നില്ല. പക്ഷെ നമുക്ക് എന്തോ ഒരിത് നമുക്ക് കറക്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് ഒന്ന് സെറ്റാക്കാൻ പറ്റണില്ല, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും വേറെ വല്ലതും കിട്ടുമോ നോക്കാം. എന്താ പിന്നെ അവിടെ അടി അടിച്ചുണ്ടോ? ചേർന്ന നല്ല കാരണം നടക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച കുഴി പോയി ചൂണ്ട അടിച്ചില്ല. ഇപ്പം രണ്ടാമത്തെ ദിവസം പോണത് ഈ കുഴിയിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് മണ്ണ് ഇടിഞ്ഞേക്കണ ഇങ്ങനെ കുഴിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അരയ്ക്ക് മേളിൽ താന്നു പോകും, ഭയങ്കര കുഴിയാണ്. നമ്മൾ സ്റ്റിക്കിങ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റിക്ക് പോയി നോക്കാനും ഇല്ല. മുട്ടൊക്കെ പേടിച്ച് മൊത്തം കഷ്ടകാലമാണ് കേട്ടോ. ചെയ്യണത് ഓടാ ഹാൻഡിലൊന്ന് ബെൻഡായിപ്പോയി. ആകെ സീനായിപ്പോയി. ഒടിയുന്ന ഉറപ്പാണ്. ഹാൻഡിൽ മറ്റൊന്ന് അതിൻ്റെയൊക്കെ പറ്റി നോക്കാം. ഇപ്പോൾ വീണപ്പോൾ പ്രസ് ചെയ്ത് വീണ്, അതുകൊണ്ട് ഒടിഞ്ഞു ഒടിഞ്ഞു. ഒന്നല്ലെങ്കിൽ ഒടിയും, ഇങ്ങനെ നേരവും. ഉള്ളിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ മതിയായിരുന്നു. സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ അഴിക്കാന്ന് കേട്ടെ. വലിയൊരു കാര്യമില്ല, മറ്റേ വെയിലഴിക്കാനുള്ള ഇത് വേണമായിരുന്നു, അതില്ല. കയ്പോയി. നമ്മുടെ ഹാൻഡിൽ പോയി. ഇന്നത്തെ ചൂണ്ടയിടൽ ഇതുകൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ. ചൂണ്ടയിടൽ നിർത്തി. അവിടെ ഒരു മീൻ അടിച്ചു, അവിടെ നമുക്ക് എറിയാൻ പോലും പറ്റിയില്ല. അല്ലെങ്കിൽ എറിഞ്ഞിട്ട് കൈ കൊണ്ട് വലിച്ചെടുത്താലും നല്ലുണ്ട്. വെയിലും ഇന്ന് അഴിക്കാൻ പറ്റുമായിരുന്നു, നമുക്ക് അഴിക്കാമായിരുന്നു. കടിച്ചു കുറച്ച് കഴിച്ചുണ്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തായിരുന്നത്. നെട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഒന്നല്ലെങ്കിൽ ഹാൻഡിൽ പുതിയ മേടിക്കേണ്ടി വരും.
ഇതുകൊണ്ട് ഇങ്ങനെയും ഉപകാരമുണ്ട്. എൻ്റെ ത്രെഡ് പോയി നോക്കട്ടോ. ഇവിടെ തന്നെ വെച്ചുണ്ട് അയച്ചു ഷാഫ്റ്റ് ബെൻഡായിട്ടുണ്ട്. ഒന്ന് അഴിക്കേണ്ടി വരും. ഇതിൻ്റെ ഹാൻഡ് അയച്ച് ഇനി അത് ഏത് ദിവസം വെച്ച് ഒടിഞ്ഞു പോകുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുഴിയിൽ വീണ്ടും പോരുത്. ഇവിടെ കൊടുക്കുന്ന നിർത്താൻ നോക്കാം. അത്രയും വേസ്റ്റ് വേണം കേട്ടോ. ഈ ഹാൻഡിൽ ഇത്ര വളഞ്ഞു പോകണമെങ്കിൽ നല്ല വേസ്റ്റ് ആണത്. നടക്കണില്ല. ചെറിയ രീതിയിൽ നിവർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നിവർത്തി കൂടുതലെത്തട്ടെ. ചെറിയ രീതിയിൽ നമ്മൾ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒടിയാതിരിക്കില്ല, ഒടിയും. സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ അടുത്ത ദിവസം ഒരു പിക്കിൻ്റെ ഹാൻഡിൽ കൊടുക്കുകയും ചെയ്യാം. അതഴിച്ച് സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യാൻ മേലുണ്ട്. അതിൻ്റെ ഹാൻഡിൽ ഇട്ട് നമ്മൾ ആ നെറ്റ് ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ത്രെഡ് ഇച്ചിരി പോയി കൊടുക്കുന്നു. ടൈറ്റ് ചെയ്ത് വലിയ കാര്യമായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. അത് മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്യണുള്ളൂ. ചെയ്ത് സ്ക്രൂ ഡ്രൈവർ കയ്യിലുള്ള നന്നായി. എന്ത് ചെയ്യാൻ, അന്ന് എന്തോ കഷ്ടകാലം പിടിച്ച ദിവസമാണ്. മീനും കിട്ടുന്ന ഹാൻഡിൽ ശരിയായിട്ടുണ്ട്. അത്യാവശ്യം മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും നോക്കാം.